അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് കാഫിറൂൻ ഇത് അള്ളാഹു റദ്ദ് ചെയ്തു എന്ന് ജബ്ബാർ പറയാനുള്ളൊരു കാരണം, ഈ പണ്ഡിതന്മാർ മുഫസ്സിറുകളും അല്ലാത്തവരും ഒക്കെ ആയിട്ട് അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. തഫ്സീറിൽ അത് സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു സംഗതിയാണ്. മക്കയിൽ അവതരിച്ച ക്ഷമിക്കാൻ അല്ലെങ്കിൽ സഹനം കൈക്കൊള്ളാനൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ആയത്തുകളെ സംബന്ധിച്ച് മദീന ജീവിതത്തിൽ അവതരിച്ചിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്തുകൊണ്ട് മക്കയിലെ ഇതുപോലുള്ള ആയത്തുകളെ സംബന്ധിച്ച് മുഫസ്സിറുകൾ ചിലപ്പം പറയും, ഈ ആയത്ത് അല്ലെങ്കിൽ സൂറത്തിനെ പറ്റി മൊത്തത്തിലല്ല, ആയത്തിനെ പറ്റിയാണ് പറയാറുള്ളത്. ഈ ആയത്ത് മൻസൂഖാണ്, എന്നാൽ ദുർബലപ്പെട്ടതാണ്. അപ്പോൾ പലപ്പോഴും അവർ പറയാം, ഹാദിഹിൽ ആയത്ത് മൻസൂഖത്തും ബി ആയത്തി സൈഫി, യുദ്ധം ചെയ്യാനുള്ള വാളുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത് വഴി ഇത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ചില പണ്ഡിതന്മാർ പറയുന്നൊരു പ്രയോഗമാണ്. അത് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്നതല്ലാതെ ഖുർആൻ റദ്ദ് ചെയ്യപ്പെട്ടു എന്ന് അതിനർത്ഥമുണ്ടോ? അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്നതുകൊണ്ട് ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് റദ്ദ് ചെയ്യപ്പെടുമോ? മാത്രമല്ല, ഈ സംഗതി മുസ്ലിം സമൂഹത്തിലെ മുഫസ്സിറുകളൊക്കെയും ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ള സംഗതിയുമല്ല. അതിന് പുറമെ ഇത്തരത്തിലുള്ള ഏത് ആയത്തും, ഇപ്പോൾ യുദ്ധത്തിൻ്റെ ആയത്തായിരുന്നാലും സഹനം കൈക്കൊള്ളാനുള്ള ആയത്തുകളായാലും സാഹചര്യങ്ങളനുസരിച്ചാണ് ഈ ആയത്തുകളുടെയൊക്കെ പ്രസക്തി വരാം. ഇത്തരം ആയത്തുകളുടെ സാധാരണ നിയമവുമായി ബന്ധപ്പെട്ടത് പോലും ചില ഘട്ടങ്ങളിലെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയാതെ വരാം. നിയമവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണത്. അത് ഇസ്ലാമിൻ്റെ നിയമമെന്ന് മാത്രമല്ല, ലോകത്തുള്ള ഏത് നിയമത്തിനും ബാധകമാണത്. എല്ലാ സാഹചര്യത്തിലും ഒരു രാജ്യത്തെ നിയമങ്ങൾ തന്നെ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് എല്ലാവർക്കും ഒരേ വിധം കൈക്കൊള്ളാൻ കഴിഞ്ഞാന്ന് വരാം. അപ്പോൾ ആ നിലക്ക് മുഫസ്സിറുകളിൽ ചിലർ ഇത്തരം ആയത്തുകൾ, അപ്പോൾ വലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ഈ ആയത്തിനെ സംബന്ധിച്ചും ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇത് കാലഹരണപ്പെട്ട് അല്ലാതെ ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ദുർബലപ്പെടുത്തിയിട്ടുള്ള എങ്ങനെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എൻ്റെ ദീന് എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആയത്തിറങ്ങിയതോടുകൂടി ഈ ഒരു ആയത്ത് ദുർബലപ്പെട്ടു എന്നാണ്. ഇത് വച്ചിട്ടാണ് ജബ്ബാർ പറയുന്നത് ഈ ആയത്ത് ദുർബലപ്പെട്ടു എന്നത്, ഈ സൂറത്ത് ദുർബലപ്പെട്ടു എന്നത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് അതല്ല. ജബ്ബാറിന് ഒരു തുരുമ്പ് കിട്ടിയാൽ അതിമ പിടിച്ച് കയറിയിട്ട് ഖുർആനെ മൊത്തത്തിൽ തന്നെ കാലഹരണപ്പെട്ടതായിട്ട് വരുത്തി തീർക്കാനുള്ളതാണല്ലോ ജബ്ബാറിൻ്റെ രീതി. അതാണ് ഇവിടെയും ജബ്ബാർ കൈക്കൊണ്ടിട്ടുള്ള രീതി. മറ്റൊന്ന് ജബ്ബാർ പറയുന്നത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അതാണ് ഇസ്ലാമിൽ കള്ളുകൂടി നിരോധിച്ചിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ടാണ്. കള്ളിൻ്റെ ഗുണദോഷങ്ങളെ സംബന്ധിച്ചാണ് ആദ്യം ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കള്ളും ചൂതും ഫീഹിമ ഇസ്മുൻ കബീർ വ മനാഫിഉ ലിന്നാസ്, അതിൽ കൂടിയ അളവിൽ കുറ്റമാണുള്ളത്, എന്നാൽ ചില ഗുണങ്ങളും അതിലുണ്ട്. എന്നാൽ അതിൻ്റെ കുറ്റത്തിൻ്റെ വശത്തിനാണ് കൂടുതൽ വർധനവുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഖുർആൻ ആദ്യം ചെയ്തത്. പക്ഷേ അത് വച്ചിട്ട് സഹാബിമാർ നിയമത്തിൻ്റെ രീതിയിൽ കർക്കശമായിട്ട് അവതരിക്കാത്തത് കൊണ്ട് പിന്നെയും ഇത് മനസ്സിലാക്കിയിട്ട് ചിലരൊക്കെ കള്ളുകൂടി ഒഴിവാക്കിയവരുണ്ട്. എന്നാൽ പിന്നെയും കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഈ ഘട്ടത്തിലുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന ഉടനെ തന്നെ കള്ളുകൂടി ഒഴിവാക്കണം എന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമം വരുന്നതിന് മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലും ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഞാൻ കള്ളുകുടിക്കുന്നുണ്ട്, കള്ളുകുടിയാനാണ്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമും ഇസ്ലാമിനെ സംബന്ധിച്ചറിയാവുന്ന, അതിൻ്റെ പ്രായോഗിക വശത്തെ സംബന്ധിച്ചറിയാവുന്ന ഒരു മുസ്ലിമും അയാളോട് പറയില്ല, ഈ കള്ളുകൂടിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് മുസ്ലിമായ മതിയെന്ന്.
അയാളോട് ആദ്യം ഇസ്ലാം സ്വീകരിക്കാൻ പറയും, എന്നിട്ട് അയാളോട് പയ്യെ പയ്യെ കള്ളുകൂടി ഒഴിവാക്കാൻ വരാണ് ചെയ്യുക. അത് അയാൾ ശീലിച്ചു പോകുന്ന ഏത് തെറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്നല്ലാതെ ഒറ്റയടിക്ക് പലപ്പോഴും മനുഷ്യന് ഇത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊരു സംഗതി. ഈ പ്രകൃതി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു ഒറ്റയടിക്ക് കള്ള് നിരോധിക്കാതിരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലും കള്ള് കുടിച്ചു കൊണ്ടിരുന്ന ആളുകൾ സഹാബിമാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു സദ്യ ഏർപ്പെടുത്തുകയും അതിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്നേഹിതന്മാരൊക്കെ വിളിച്ചു സദ്യ വിളമ്പി, അതിൽ കള്ളും ഉണ്ടായിരുന്നു. കാരണം അന്ന് അറബികൾ മദീനയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മദീനയിൽ കള്ള് എന്ന് പറഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സദ്യ ഉണ്ടായതിന് ശേഷം ഇവർ കള്ളും കുടിച്ചു. അങ്ങനെ ഇരിക്കെയാണ് മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ സമയമാണ്. ഇത് തെറ്റായിട്ട് ഓതുന്നത് മറ്റുള്ളവർ അറിയുന്നത് പോലും എന്തുകൊണ്ടാണ്? രാത്രിയിലെ നമസ്കാരത്തിലാണ് ഖുർആൻ ഉറക്കം ഓതുക, പകൽ നമസ്കാരത്തിൽ പതുക്കെയാണ് ഓതുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഇമാമത്ത് നിന്നു, നമസ്കാരത്തിന് നേതൃത്വം നൽകി. അദ്ദേഹം സൂറത്ത് കാഫിറൂൻ ഓതിയതിൽ തെറ്റി. കാരണം കള്ളുടിച്ചിട്ടാണല്ലോ അത് ഓതുന്നത്, സ്വാഭാവികമായിട്ട് തെറ്റും. അപ്പോൾ ഇത് തെറ്റിയപ്പോൾ വിശുദ്ധ ഖുർആൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്ത് നിസായിലെ ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ്സലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മത്ത് പിടിച്ചിട്ട് നമസ്കരിക്കാൻ വരരുത്. അത് സ്വബോധം വീണ്ടും കെട്ടിയിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ്. അതുവരെ നിസ്കരിക്കാൻ വേണ്ടിയില്ല. കാരണം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. അത്താ തക്കോലു അത്താ താലമും ആ തക്കോലൂല, എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാവേണ്ടിയുണ്ടല്ലോ. അങ്ങനെയുള്ളൊരവസ്ഥ വരുന്നത് വരെ നിങ്ങൾ കള്ളുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത്, ഇവിടെ സഹാബിമാർ ഇത് റദ്ദ് ചെയ്തു. എന്നാൽ സഹാബിമാർ റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കള്ളുകൂടി നിലനിർത്തിയല്ലേ വേണ്ടത്? അള്ളാഹ് പറഞ്ഞോ, ഞാൻ ഈ സൂറത്ത് പിൻവലിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എങ്ങനെയും നമസ്കരിക്കാമെന്നല്ലല്ലോ പറയാം. നിങ്ങൾ കള്ളു കുടിച്ച് മത്ത് ബാധിച്ച സ്ഥിതിയിൽ നമസ്കരിക്കാൻ വരരുത്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ ഒരവസ്ഥ വന്നിട്ട് നിസ്കരിക്കാൻ വരാൻ പാടുള്ളൂ എന്നാണ്. അതെങ്ങനെയാണ് സഹാബിമാർ, അല്ലെങ്കിൽ സഹാബിമാർക്ക് ഖുർആൻ നസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അള്ളാഹു അവതരിപ്പിച്ച അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിൻ്റെ ഖുർആനാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാവട്ടെ, ഇത് നസ്ഖ് ചെയ്യാൻ ഒരു സഹാബിക്കും ഒരധികാരമില്ല. ഖുർആൻ റദ്ദ് ചെയ്യേണ്ടത്, നസ്ഖ് ചെയ്യേണ്ടത്, അത് ദുർബലപ്പെടുത്തേണ്ടത് അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു സംഗതിയെ സംബന്ധിച്ച് അത് ദുർബലപ്പെടുത്താൻ അള്ളാഹുവിന് അധികാരമുണ്ട്. അതുപോലെ അള്ളാഹ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുർബലപ്പെടുത്തും. ഇവിടെ സഹാബി ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് ജബ്ബാർ പറയുന്നത്? അപ്പോൾ ഇത്ര കഥല്യായ്മയാണ് ജബ്ബാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ ജബ്ബാർ പറയുന്ന സംഗതി മുഹമ്മദ് തന്നെ ഇത് പിന്നീട് റദ്ദ് ചെയ്തു എന്നാണ്. എന്താ മുഹമ്മദ് തന്നെ റദ്ദ് ചെയ്തു എന്ന് പറയുന്നത്? അവിടെയും ജബ്ബാറിൻ്റെ വിവരക്കേടാണ് ജബ്ബാർ വിളിച്ചു പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന് ശേഷം കഅബയെ ജബ്ബാർ പറയുന്നത് കഅബയെ ഖുറൈശികൾ ആരാധിച്ചിരുന്ന കഅബാണ്. ഇതെവിടെ നിന്നാണ് ജബ്ബാറിന് കിട്ടിയത്? ചരിത്രത്തെ എവിടെയെങ്കിലും അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഖുറൈശികൾ കഅബയെ ആരാധിച്ചിരുന്നു എന്ന് ആര് പറഞ്ഞു? ഖുറൈശികൾ കഅബയെ ആരാധിക്കല്ല ചെയ്തത്, കഅബയുടെ ചുറ്റും അവർ തവാഫ് ചെയ്യുമായിരുന്നു. ഈ തവാഫ് എന്ന് പറഞ്ഞത് കഅബക്കുള്ള ഇബാദത്തായിട്ട് ഖുറൈശികൾ തന്നെ അംഗീകരിച്ചിട്ടില്ല. അത് കഅബ ആരുടേതാണോ അതിൻ്റെ ഉടമയായിട്ടുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തായിട്ടാണ് മുശ്രിക്കുകളായിരിക്കെ തന്നെ മുശ്രിക്കുകളായ ഖുറൈശികൾ അംഗീകരിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ അവർ പോലും അംഗീകരിക്കാത്ത, അവർക്ക് പോലും അറിയാത്തൊരു സംഗതിയാണ് ഇവിടെ ജബ്ബാർ അവരുടെ മേൽ കെട്ടിവെക്കുന്നത്. അപ്പോൾ ജബ്ബാറിൻ്റെ വിവരവും വിവേകവും എത്ര ഉണ്ട് എന്നുള്ളത് ഇത് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കണത് പോട്ടെ, ജബ്ബാർ തന്നെ പിന്തുണക്കുകയും വലിയ ജനാധിപത്യവാദികളും മതേതരത്വത്തിൻ്റെ ആളുകളും ഒക്കെ ജബ്ബാർ പുകഴ്ത്തി പറയുന്ന ഖുറൈശി പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ പോലും കഅബ ഒരു വിഗ്രഹമായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. അത് ഒരു ബൈത്ത്, അള്ളാഹുവിൻ്റെ ഭവനം എന്നുള്ളതൊക്കെയാണ് അന്നും അവർ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഹജറുൽ അസ്വദിൻ്റെ കാര്യവും.
ഇവിടെ വിഗ്രഹം എന്ന ജബ്ബാറിൻ്റെ ഈ പ്രയോഗം അത് ദ്വയാർത്ഥമുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജബ്ബാറിൻ്റെ അതിൽ തടി തപ്പാൻ കഴിയും. കാരണം മലയാളത്തിൽ വിഗ്രഹവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഖുർആൻ പറയുന്ന ഇസ്ലാം പറയുന്ന ഇബാദത്ത് എന്നുള്ള അർത്ഥത്തിലല്ലാതെ ആദരവ് നൽകുകയും ബഹുമാനിക്കുകയും ചെയ്യാനുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ പറയും വിഗ്രഹവൽക്കരിക്കുക. അപ്പോൾ വേണമെങ്കിൽ ജബ്ബാറിന് പറയാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബഹുമാനിക്കുക ആദരിക്കാനുള്ളതൊക്കെയാണ്. എന്നാൽ പിന്നെ ജബ്ബാറിന് തടി സലാമത്താക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഏതൊരു ചിഹ്നത്തെയും ആദരിക്കാൻ പറയുന്നുണ്ട്. അതിന് തഅ്ലീം തക്രീം എന്നൊക്കെയാണ് പറയാം. വമൻ യുഅല്ലിം ശആയിറ അല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് സൂറത്ത് ഹജ്ജിൽ ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക. അത് ഇസ്ലാം മാത്രമല്ല, ലോകത്ത് ഏതൊരു പ്രസ്ഥാനവും ഏതൊരു രാഷ്ട്രവും ചെയ്യുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ പിന്നെ ദേശീയ പതാകയെ ഒരാൾ അപമാനിച്ചാൽ അയാൾ കുറ്റകരമായിട്ട് അയാളെ ശിക്ഷിക്കും. എന്നാൽ അത്ര ഇന്ത്യ നൽകുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ചില രാഷ്ട്രങ്ങൾ നൽകുന്നത് പോലെ ദേശീയ പതാകത്ത് അത്രത്തോളം ആദരവ് നൽകാത്ത രാഷ്ട്രങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പതാക ഷെഡ്ഡി വരെ അടിച്ചിടാന്നാണ്. അത് പിന്നെ റോഡിൽ പിന്നെ ചവിട്ടി മതിക്കണതിനൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചിഹ്നങ്ങൾ ആദരിക്കുക എന്ന് പറയുന്നതും ഇസ്ലാം പറയുന്ന ഇബാദത്ത് എന്നതിന് ആരാധന എന്നോ മറ്റോ അർത്ഥം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ ആദരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് കഅബ അള്ളാഹുവിൻ്റെ ഭവനം നിലക്കതിന് നൽകുന്ന ആദരവാണ്. ആ നിലക്കാണ് വിഗ്രഹവൽക്കരണം എന്ന് പറയണമെങ്കിൽ അത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ ഇസ്ലാം എപ്പോഴും വിഗ്രഹം ബിംബം എന്നൊക്കെ പറയുന്ന ഈ അർത്ഥത്തിലല്ല. മനുഷ്യൻ ദൈവമായി സങ്കല്പിക്കുകയും ദൈവത്തോടെന്നതുപോലെ ഇടപെടുകയും ചെയ്യുന്നതിനാണ് വിശുദ്ധ ഖുർആനിൻ്റെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിഗ്രഹവൽക്കരണം എന്ന് പറയുന്നത്. ഈ നിലക്ക് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ വിഗ്രഹവൽക്കരിച്ചിട്ടില്ല, ബിംബവൽക്കരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇത് നസ്ഖ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ജബ്ബാറിൻ്റെ വിവരക്കേട് എന്നതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. ഒരു മനുഷ്യൻ ജീവിതത്തിലുടനീളം പിന്നെ തൻ്റെ വിവരക്കേട് വിളിച്ചു പറയാനും എന്നിട്ട് അതിൽ അഭിരമിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആർക്കും പിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഇതാണ് ഇവിടെ ജബ്ബാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ജബ്ബാറിന് ഇതിൻ്റെ വസ്തുതകൾ അറിയാത്തത് കൊണ്ടല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് കാഫിറൂൻ ഏത് കാലഘട്ടത്തിൽ എന്നിറങ്ങിയോ അന്ന് എന്തായിരുന്നുവോ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടുമില്ല. അതേ അവസരം ലക്കും ദീനുക്കും വലിയത് എന്നുള്ളത് അന്ന് എത്രമാത്രം പ്രസക്തമായിരുന്നുവോ ഇന്നും അത് പ്രസക്തമാണ്. ഇത് ഇസ്ലാമിസ്റ്റുകൾ മാത്രം പറയണതല്ല. അല്ലെങ്കിൽ മറ്റുള്ളവരിത് ഉദ്ധരിച്ചുകൊണ്ടത് പറയുന്നതിനെ അധിക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ജബ്ബാർ, ആ ജബ്ബാറിന് ഈ വസ്തുത മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള വിവേകമില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഖുർആൻ്റെ ദോഷമല്ല, ജബ്ബാറിൻ്റെ മാനസിക സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മനോരോഗത്തിൻ്റെ ലക്ഷണമായിട്ട് മാത്രമേ അത് നമ്മൾക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ എന്താണോ പറയുന്നത് അതിൽ നിന്നാണല്ലോ അയാളുടെ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതോ അയാൾ മാനസികമായി ആരോഗ്യമുള്ള ആളാണോ മനോരോഗിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന. അപ്പോൾ ജബ്ബാർ യഥാർത്ഥത്തിലൊരു മനോരോഗിയുടെ വിഭ്രാന്തിയോട് കൂടിയാണ് ഇത്തരം സംഗതികൾ പറയുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഒന്ന് എന്ന് മാത്രമേ ജബ്ബാറിൻ്റെ സൂറത്ത് കാഫിറൂനെ സംബന്ധിച്ചുള്ള ഈ പരാമർശങ്ങളും എണ്ണേണ്ടതുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ അതിൽ വസ്തുതാപരമായിട്ട് ജബ്ബാർ പറയുന്നതിൽ ഒന്നുമില്ല, സത്യത്തിൻ്റെ കണിക പോലും അതിലില്ല. ഖുർആൻ സൂറത്ത് കാഫിറൂൻ അന്ന് അവതരിച്ചിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും മുസ്ലിം സമൂഹം അത് കൈക്കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് വസ്തുത.